ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഇൻട്രോ നിങ്ങൾക്ക് പരിചയമുള്ള സ്ഥലത്താണ്, ബേക്കിൽ നിന്നിട്ട്. ചക്കരയുടെ വീട്ടിൽ പിന്നെ കൂടുതലും ഇൻട്രോ എടുക്കുന്നത് എവിടെ? ബേക്കിൽ നിന്നാണല്ലേ. ബേക്കിൽ നിന്നാണ് ഇവർ ഒരു ഒട്ടുമിക്ക വീഡിയോസ് എടുക്കുന്നത്. നമ്മൾ പിന്നെ ചിലപ്പോൾ ഇടയ്ക്ക് സമയത്ത് ഫ്രണ്ടിൽ നിന്ന് എടുക്കും, ചിലത് നമുക്ക് വൈകുന്നേരമോ രാത്രിയൊക്കെയാണെങ്കിൽ റൂമിൽ നിന്ന് എടുക്കും, അങ്ങനെയൊക്കെ. അപ്പോൾ ഇന്ന് നമ്മൾ ഏതായാലും വെറൈറ്റി ആയിട്ട് ബേക്കിൽ നിന്ന് തന്നെ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നല്ല, ഞാൻ ഗൾഫിൽ പോകുന്നില്ലേന്ന് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ചക്കരെ. അതെങ്ങനെയാണെന്നറിയോ? ഞാനിവിടെ കല്യാണത്തിന് നാട്ടിലൊന്നില്ലേ, നാട്ടിലൊന്നതിൻ്റെ പിറ്റേന്ന് മുതൽ തന്നെ നാട്ടുകാർ ചോദിച്ചു തുടങ്ങി, ഇനി എന്നാ പോണത് തിരിച്ചു പോകാനായോന്ന്. ശരിക്കും പ്രവാസികൾ നേരിടുന്ന ഏറ്റവും വലിയൊരു വെല്ലുവിളിയാണ് എന്ത്? നാട്ടിൽ വരുന്നതിൻ്റെ പിറ്റേന്ന് തന്നെ പിന്നെ ആൾക്കാർ ചോദിച്ചു തുടങ്ങും, എന്നാ പോണത്, ലീവ് ഉണ്ടോ, എത്ര മാസം ലീവ് ഉള്ളത്. വന്ന് ചിലപ്പോൾ ഒന്ന് എത്തിയിട്ടുണ്ടാവുള്ളൂ. ഇന്നായിരിക്കും നാട്ടിൽ വരുന്നതിന്റെ അന്ന് തന്നെ ചോദിക്കും. ഇന്നായിരിക്കും നാട്ടിലൊന്നും നമ്മൾ ഇറങ്ങുന്നത്. കാണുമ്പോ ടൗണിലോട്ടും പിന്നെ കവലയിലോട്ടൊക്കെ ഇറങ്ങുമ്പോ ചോദിക്കും. കാരണം വെച്ചാല് നമ്മളാകെ 1 മാസം 2 മാസമൊക്കെ നിൽക്കാനാവും നാട്ടിൽ വരുന്നത്. വന്നതിന്റെ അന്ന് തന്നെ ആരും ചോദിക്കുന്ന സുഖമാണോ, എപ്പോ എത്തിയെന്നൊന്നുമല്ല, എത്ര മാസം ലീവ് ഉണ്ട്, എപ്പോഴാ പോണെന്ന്. അതേപോലെ തന്നെ എന്നോട് ഒരുപാട് നാളായിട്ട് പിന്നെ നമ്മുടെ ആൾക്കാരെന്ന് പറയുമ്പോൾ നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാർ ചോദിക്കുന്നുണ്ട്, നിജാസിനി പോകുന്നില്ലേ, തിരിച്ച് ഗൾഫിലേക്കില്ലേ, നാട്ടിൽ തന്നെ കൂടെയാണോ എന്നൊക്കെ ചോദിച്ചിട്ട്. നാട്ടുകാർ ഇവിടെ ചോദിക്കുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ നേരിട്ട് അതിനുള്ള ഉത്തരം കൊടുക്കുന്നുണ്ട്. പക്ഷേ വ്ളോഗിൽ ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോയിലൊക്കെ ചോദിക്കുന്നുണ്ട്, ഞാൻ ഇനി പോകുന്നില്ലേ, എന്താണ് പിന്നെ നാട്ടിൽ നിൽക്കുകയാണോ പോവുകയാണോ എന്നുള്ള ഒരു പിന്നെ ഉത്തരമാണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അതുപോലെ തന്നെ ചോദിക്കുന്ന വേറൊരു കാര്യം, എനിക്ക് എന്താണ് അവിടെ ജോലി എന്ന്. കാരണം നമ്മൾ അതിനെപ്പറ്റിയൊന്നും ഒരുപാട് വീഡിയോ ചെയ്തിട്ടില്ലല്ലേ. പിന്നെ കല്യാണം തിരക്കുകൾ, വന്നതിലുള്ള തിരക്കുകൾ, കാര്യങ്ങൾ, വീട്ടിലെ കുറച്ച് പണികളൊക്കെ ആയിട്ട് നമുക്ക് അതിനകത്തൊന്നും പോകാൻ പറ്റിയില്ല. അപ്പോൾ കല്യാണം ട്രിപ്പൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ടിരിക്കുമ്പോഴാണ് നമുക്ക് അതിനൊക്കെ ഒന്ന് നേരം കിട്ടിയത്. അപ്പോൾ അതൊക്കെ ഒന്ന് പറഞ്ഞിടാന്ന് വിചാരിച്ചു. ഗൈസ്, ശരിക്കും ഞാൻ വന്നത് പിന്നെ കല്യാണത്തിനൊരു 3 മാസം ലീവിനാണ് വന്നത്. അപ്പോൾ ഇപ്പം 3 മാസം ആയല്ലേ, 3 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പോകുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം എന്ന് പറയുന്നത് പോകുന്നുണ്ട്. പോകാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് അവിടെ ഓൾറെഡി വിസ ഉള്ളതാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്ക് നാട്ടിൽ നിൽക്കൽ കാര്യങ്ങളൊന്നും പറ്റത്തില്ല. ഇനിയിപ്പോൾ നാട്ടിൽ നിൽക്കണമെങ്കിൽ നിൽക്കാം. എങ്ങനെ? നാട്ടിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നിൽക്കാം. ജോലിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ നിൽക്കാം. അല്ലാത്ത പക്ഷം ഇങ്ങനെ എണ്ണത്തിന് കെട്ടിക്കൊണ്ടൊക്കെ വന്നിട്ട് നമുക്ക് നാട്ടിൽ നിൽക്കുന്ന കാര്യം ബുദ്ധിമുട്ടല്ലേ, പറ്റത്തില്ലല്ലോ. അപ്പോൾ ഏതായാലും വിസ എനിക്ക് ഗൾഫിൽ, ഞാൻ ഷാർജയിലാണ് ശരിക്കും നിൽക്കുന്നത്. അപ്പോൾ അവിടെ ഇനി ഒരു നവംബർ വരെയുള്ള വിസ ഉണ്ട്. അപ്പോൾ ഏതായാലും ഇൻഷാല്ലാ തിരിച്ചു പോകണം. അപ്പോൾ അതുപോലെ തന്നെ ജോലി എന്താണെന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചു, നിജാസിനോട് എന്താണ് ജോലി, അല്ലെങ്കിൽ ഏത് സ്ഥലത്താണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഷാർജയിലാണ് എൻ്റെ ജോലി. ആദ്യം ഒരു 2 വർഷം ദുബായിലായിരുന്നു. പിന്നെ കൊറോണ ടൈമിലൊക്കെ നാട്ടിൽ വന്നിട്ട് ആ ഒരു കൊറോണ കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ ജോലിയൊക്കെ കുറവായിരുന്നുകൊണ്ട് നാട്ടിൽ വന്നിട്ട് പിന്നെ 1 വർഷത്തോളം നാട്ടിൽ നിന്നല്ലേ, 1 വർഷത്തിൽ കൂടുതൽ നിന്ന്. ആ സമയത്ത് അതിൻ്റെ കഥ ഒന്നും പറയണ്ട, പഠിച്ചോനെ, അത് ഓർമ്മിക്കാത്ത തന്നെ നല്ലത്. 28 ദിവസം ക്വാറന്റൈനൊക്കെ കിടന്നിട്ട് അയ്യോ കുടുങ്ങിപ്പോയി, രക്ഷയില്ലാതായിപ്പോയി. പിന്നെ വാക്സിൻ എടുപ്പ്, കാര്യങ്ങൾ, ടെസ്റ്റ് ചെയ്യൽ, അങ്ങനെയൊക്കെ കുറേ അനുഭവിച്ചെന്ന്. ഗൾഫിലായാലും ഒരു 3 മാസത്തോളം പണിയില്ലാതെ അയ്യോ ഭയങ്കര സീനായി പോയി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്നിട്ട് 1 വർഷത്തോളം ഇവിടെ വന്നു കേട്ടോ. അതിനുശേഷം പിന്നെയാണ് എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഗൾഫിൽ പോയത്. അപ്പോൾ ആ ഒരു പോക്ക് പോയത് ഷാർജയിലാണ്. ഇപ്പം ഞാൻ കല്യാണത്തിന് മുമ്പ് വരെയും ജോലി ചെയ്ത സ്ഥലം ഷാർജയിലാണ്. ഷാർജ മുയല എന്ന് പറയുന്ന സ്ഥലത്ത് അറിയായിരിക്കും, നാഷണൽ പെയിൻസിനൊക്കെ അടുത്തായിട്ട് മുയല എന്ന് പറഞ്ഞ സ്ഥലത്ത്, സിറ്റി സെൻറ്ററിന് അടുത്തായിട്ട് ഷാർജ ബുക്ക് അതോറിറ്റി എന്ന് പറഞ്ഞൊരു ഫ്രീ സോൺ ബിൽഡിംഗ് ഉണ്ട്, ഒരു സെമി ഗവൺമെൻറ് ബിൽഡിംഗ്. അപ്പോൾ അതിൻ്റെ ഉള്ളിലാണ് ജോലി ചെയ്തത്. അപ്പോൾ അവിടെ ജോലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കോഫി കഫേ ഉണ്ട്. അപ്പോൾ ഉള്ളത് നമുക്ക് ഉള്ളതുപോലെ പറയാമല്ലോ, ആരോടൊപ്പം മറച്ചു വെക്കേണ്ട കാര്യമില്ലല്ലോ, ഒളിച്ചു വെക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് ഉള്ള കാര്യം നമുക്കുള്ള കാര്യം ഉള്ളതുപോലെ തന്നെ നമുക്ക് കാര്യമില്ല. അതിനിപ്പോൾ ഏത് ജോലിക്കാണെങ്കിലും അതിൻ്റെ ആ ഒരു മഹത്തായിട്ട് മഹിമയുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ പിന്നെ അടിച്ചോരണ പണിയാണെങ്കിലും ക്ലീൻ ചെയ്യണ പണിയാണെങ്കിലും എല്ലാത്തിനും അതിൻ്റെതായ മഹിമയുണ്ട്. അപ്പോൾ ഞാൻ ജോലി ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു കോഫി കഫേയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ കോഫി കഫേ എന്ന് പറയുമ്പോൾ ബുക്ക് അതോറിറ്റിൻ്റെ ഉള്ളിൽ, അപ്പോൾ അതിനുള്ള ഒരുപാട് യൂണിവേഴ്സിറ്റി, കോളേജ് കാര്യങ്ങൾ, പിന്നെ ഓഫീസുകളൊക്കെ ഉണ്ട്. അപ്പോൾ അറബ്സ് അതേപോലെ തന്നെ ഇംഗ്ലീഷുകാരൊക്കെ ഉള്ള ഒരു ബിൽഡിംഗ് ആണ്. അപ്പോൾ അവിടെ പിന്നെ കേന്ദ്രമാക്കിയിട്ടാണ് നമ്മുടെ ആ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അപ്പോൾ കോഫി കഫേ എന്ന് പറയുമ്പോൾ ക്യാപ്പച്ചിനോ, നമ്മുടെ കോഫി ഐറ്റംസ് ഒക്കെ വിൽക്കുന്ന അല്ലെങ്കിൽ കൊടുക്കുന്ന ആ ഒരു ഷോപ്പില്ലേ, അപ്പോൾ അവിടെയാണ് ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഷാർജയിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും ഈ ഒരു സ്പോട്ട് ഏതാണെന്ന്. അപ്പോൾ ഇൻഷാല്ലാ തിരിച്ചു വരുമ്പോൾ നമുക്ക് ഏതായാലും അവിടെയുള്ള ആൾക്കാർക്ക് നമുക്ക് നേരിൽ കാണാം. അപ്പോൾ അതാണ് ജോലി എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു പിന്നെ വിശേഷമല്ല, നിങ്ങൾ ചോദിച്ചൊരു കാര്യം ഞാനത് നിങ്ങളോട് പറഞ്ഞായിരുന്നു, അത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ പിന്നെ ആൾക്കാർ വിചാരിക്കേ ഇപ്പോൾ കല്യാണമൊക്കെ കഴിഞ്ഞ് നാട്ടിൽ വന്ന് യൂട്യൂബൊക്കെ തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ ഇവിടെ തന്നെ നിൽക്കാനുള്ള പരിപാടിയാണോ, ഇനി പോകുന്നില്ലേ, അങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കാരണം ഇതൊന്നും എന്നൊരു ശാശ്വതമായ പരിപാടിയല്ല, ശരിയല്ലേ? ഇതൊക്കെ എന്നും ഒരു ശാശ്വതമായിട്ടുള്ള ഒരു പരിപാടിയല്ല. ഇൻ കേസ് ഇപ്പോൾ നമുക്ക് ശാശ്വതം എന്ന് വെച്ചാൽ ഒരു സ്ഥിരമല്ല, ഒരു
സ്ഥിരമായിട്ടുള്ള ഒരു പരിപാടി അല്ലാന്ന് മനസ്സിലായില്ല. സമയം നമുക്കിപ്പോ എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ശാശ്വതം എന്ന് പറഞ്ഞപ്പോ ചക്കര ഇങ്ങനെ ആലോചിച്ചിരിക്കാണ്. ഓക്കെ, ആ ചിലതൊന്നും മനസ്സിലാകത്തില്ലല്ലോ പറയുന്നത്, ചിലതൊന്നും ഒട്ടുമിക്കതും മനസ്സിലാകത്തില്ലല്ലേ. ഇന്നലെ വേറെ അതിനൊക്കെ അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്. പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോഴേ, ട്രിപ്പ് വഴി തിരിച്ചു വന്നപ്പോ പിന്നെ നമ്മളെ ഈ സൈഡിൽ റോഡ് സൈഡിലുണ്ടല്ലോ ഈ ഈറ്റയും മുളയൊക്കെ നിൽക്കുമല്ലോ, നമ്മളെ ഈ വലിയ മുളയും ഈറ്റയൊക്കെ നിൽക്കും കേട്ടോ. നമ്മളെ വട്ടവടേന്ന് തിരിച്ചു വന്നപ്പോ അതില് അപ്പൊ ചക്കരനോട് ചക്കര ഈ നിൽക്കണതാണ് ഈറ എന്ന് പറഞ്ഞു. സംഭവം ഈറ്റയ്ക്ക് നമ്മളിവിടെ ഈറ അങ്ങനെ പറയലുണ്ട്. അപ്പൊ വാപ്പ പറഞ്ഞു ഇതാണ് ഈറ എന്ന് പറഞ്ഞു. അതില് ചക്കര ഇങ്ങനെ നോക്കി. അപ്പൊ ഞാൻ ചക്കര ഇങ്ങനെ വെക്കിലൊക്കെ വാപ്പ അടുത്ത് പറഞ്ഞ് വാപ്പ ചക്കരയുടെ നാട്ടിലെ ഈറ എന്ന് പറഞ്ഞ വേറൊരു സാധനത്തിനാണെന്ന് പറഞ്ഞു. അപ്പൊ അപ്പൊ അതെന്ത്? അതില് ഞാൻ പറഞ്ഞു ചക്കരനോട് നിങ്ങൾ ചോദിക്കുക പറഞ്ഞു. അതിൽ ചോദിച്ചപ്പോൾ പറഞ്ഞെടുത്തല്ലേ അതിൻ്റെ അത്തരം. ശരിക്കും ഈറ എന്ന് പറയുന്നത് വടക്കോട്ടൊക്കെ ദേഷ്യം വരുന്നതിനല്ലേ ഈറ കയറി ഈറ വന്നൊക്കെ പറയുന്നത്. നമ്മളുടെ ദേഷ്യം തന്നെ പറയുള്ളൂ, അല്ലെങ്കിൽ കലി എന്നൊക്കെ പറയൂടെ അല്ലേ, കലി വന്ന് ദേഷ്യം വന്നൊക്കെ പറയും, കലി എന്നൊക്കെ പറയും. അപ്പോൾ ഈറ കയറിയെന്ന് ഇവിടെ പറയത്തില്ല. അപ്പോൾ ഈറ കണ്ടിട്ട് അപ്പൊ പറഞ്ഞു കൊടുത്തു ചക്കര ഈ നിൽക്കുന്നതൊക്കെ ഈറ, ഇതെങ്ങനെ ശരിയാകും? അല്ല ഒരുവിധം വാക്കുകളൊക്കെ വ്യത്യാസം ഉണ്ടല്ലേ, അതിലപ്പുറം വ്യത്യാസമുണ്ട്. ഓക്കെ, അതൊക്കെ വരുന്നുള്ളൂ. ഇനിയിപ്പോ ഇവിടെ നിന്ന് വിരുന്നിന് പാലക്കാട്ടൊക്കെ പോയി നിൽക്കുമ്പോ ഇവിടുത്തെ സംസാരം ഭാഷ പറയുമ്പോഴേ ഉമ്മക്ക് മനസ്സിലാവത്തില്ല, നിന്റെ ഉമ്മക്കിന് മനസ്സിലാവൂല. വീഡിയോ കണ്ടപ്പോഴേ ഉമ്മ ഈ നമ്മളെ ബൗള് പോലുള്ള സാധനം ഉണ്ടല്ലേ, ആ വീഡിയോയില് പറഞ്ഞു ഡവറ വീഡിയോ കണ്ടിട്ട് പിന്നെ വിളിച്ചപ്പോ ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് ഇതുപോലുള്ള ബൗളിനാണ്, കറികളൊക്കെ എടുക്കുന്ന ബൗള് പോലത്തെ ഇല്ലേ, പക്ഷെ ഞങ്ങള് പാലക്കാട് പറയോ? പാലക്കാട് പറയുന്നിട്ടുണ്ട്. പക്ഷെ ഈ ഡവറ പറഞ്ഞ മറ്റേ സ്ത്രീധനത്തിന്റെ ഒക്കെ അല്ലേ ഡവറ പറയുന്നത്. പിന്നെ അതെന്താ അത് കവർ ഡൗറി ആരെങ്കിലും ആയിക്കോട്ടെ, ഡൗറി ഡവറേ ഞങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് ഡവറ ഞാൻ കേട്ടിട്ടില്ല. അതെ, ഡൗറി എന്ന് പറയുന്നത് സ്ത്രീധനത്തിന് ഇംഗ്ലീഷ് അങ്ങനെ ഡൗറി എന്ന് പറയുന്നത്. പ്രശ്നമല്ല കേസ്, ഒന്നും കൂടെ സ്കൂളിൽ ചേർക്കട്ടെ ഞാൻ ശ്രദ്ധിച്ചിട്ട് കൂടെ ഇല്ല. പക്ഷെ അവിടെയൊക്കെ ഡവറാന്ന് പറയുന്നത് അത് ഞങ്ങളവിടെ അല്ലേ, ഞങ്ങളവിടെ അങ്ങനെ ശ്രീധരൻ തന്നെ പറയുന്നുള്ളൂ, ഡൗറിന്നോ ഡവറാന്നൊന്നും പറയലില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ആരോ ഒരാൾ പറയുന്നത് ഞാൻ അത് ഇംഗ്ലീഷിൽ അതിനെ ഡൗറി എന്നാ പറയുന്നത് കേട്ടോ. പാലക്കാട് പറയുമായിരിക്കും, അതാണ് ഉമ്മ പറഞ്ഞത്. പാലക്കാട് അത് പാത്രത്തിന്റെ ഡൗറി എന്നാവും പറയുന്നത്. പക്ഷെ ഡൗറി നീ പറഞ്ഞ ഡൗറി അത് ശ്രീധനത്തിന് ഇംഗ്ലീഷ് ഒക്കെ ഡൗറി. ഓക്കെ, അപ്പൊ ചെറിയ ചെറിയ വാക്കിൽ കാര്യങ്ങളും വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് മക്കളെ. നമുക്ക് ഏതായാലും ഇന്നൊരു ദിവസേ കൊല്ലം വേഴ്സസ് പാലക്കാട് സ്ലാങ് സംസാരിക്കുന്ന ഒരു വീഡിയോ നമുക്ക് ചെയ്യാം ഇൻഷാ അല്ലാ. അപ്പൊ അതിനകത്ത് മനസ്സിലായി എന്തൊക്കെ എവിടെയൊക്കെ ആയിട്ടാണ് മേജറായിട്ടും മൈനറായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്നൊക്കെ. ഇവര് കൗത്തെന്ന് പറയും, കൗത്ത്, ഉപ്പിന് ഇപ്പ്. ഗെയ്സ് ആരെയും കളിയാക്കുന്നല്ല കേട്ടോ, നമ്മള് വടക്കോട്ടുള്ള ആൾക്കാരെ അല്ലെങ്കിൽ മലപ്പുറം മലബാർ ആരെയും കുറ്റം പറയുന്നത് കളിയാക്കുന്നല്ല. നമ്മള് ജസ്റ്റ് ഫണ്ണായിട്ട് ചക്കര ഇവിടെ പറയുന്ന കാര്യങ്ങൾ നമ്മൾ കമ്പാരിസൺ ചെയ്യുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഇനിയിപ്പോ ആൾക്കാർ വിചാരിക്കും അവരെ നമ്മൾ കളിയാ, ഒരിക്കലും അല്ല കേട്ടോ. കാരണം ഓരോ നാട്ടിനും അവരുടേതായ പിന്നെ സംസാര ശൈലി വ്യത്യാസമൊക്കെ ഉണ്ട്. അതൊക്കെ ഓരോ നാട്ടിലും അല്ല സംഭവം എന്ന് വെച്ചാല് ഓരോ നാട്ടിലും അവരുടേതായ സംസാര രീതികളൊക്കെ അവർക്ക് ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. കാരണം അത് ആ നാട്ടിന് തന്നെ ഒരു മഹത്വം, അവരുടെ തന്നെ ഒരു സംസാര രീതിയാണ്. അത് നമുക്ക് മാറ്റാനോ കുറ്റം പറയാനോ ഒന്നും പറ്റത്തില്ല. കാരണം നമുക്ക് നമ്മുടേതായ രീതിയുണ്ട്. നമുക്കിപ്പോ കൊല്ലംകാർക്ക് അതിൻ്റെതായ ശൈലി കാണും, ട്രിവാൻഡ്രംകാർക്കൊക്കെ അതിൻ്റെതായ ശൈലിയാണ്, ട്രിവാൻഡ്രംകാർക്കൊക്കെ എല്ലാവർക്കും അവരുടേതായ രീതിയുണ്ട്. അപ്പൊ നമ്മളാരും കുറ്റം പറഞ്ഞതല്ല, നമ്മൾ ജസ്റ്റ് തമാശക്ക് ഇവിടെ സംസാരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞാണ്. ഓക്കെ, അപ്പൊ അതേതായാലും നമുക്ക് വേറൊരു വീഡിയോയിൽ ചെയ്യാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ കാര്യം എത്രയേ ഉള്ളൂ ഇൻഷാ അല്ലാ. അപ്പോൾ നിങ്ങൾ ചോദിച്ചുള്ള മറുപടി എന്ന് പറയുമ്പോൾ ഞാൻ പോകുന്നുണ്ട്, നാട്ടിൽ നിൽക്കുന്നില്ല, ഇൻഷാ അല്ലാ പോകുക തന്നെയാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, നമ്മൾ ഇതൊന്നും പറയാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തെന്നാ തിരിച്ചങ്ങോട്ട് പോകുന്ന വീട്ടിൽ നാളെ പോകുന്നുണ്ടോ? അപ്പൊ ഇപ്പൊ തന്നെ ട്രെയിൻ കയറിക്കോ. ഇപ്പൊ തന്നെ കയറിക്കോ. കൊല്ലത്ത് പോയാൽ മതി, വന്ദേ ഭാരത് കിട്ടും. അതിനൊരു 3 മണിക്കൂർ മതി. ഒറ്റപ്പാലത്ത് എടുത്തില്ല, ഷൊർണൂരുണ്ടല്ലേ? ഷൊർണൂരുണ്ട്. അപ്പൊ അത് നിർത്തും. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയെന്ന് പറയുന്നത്. അപ്പൊ ഇൻഷാ അല്ലാ ഇനി ഏതായാലും അളിയന്റെ കുട്ടീന്റെ 40 നൂലെട്ടുണ്ടോ? നൂലെട്ടല്ലേ? 40 ആയിട്ട് ഇൻഷാ അല്ലാ നമുക്ക് അങ്ങോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ പുതിയ വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ബൈ ബൈ, അസ്സലാമു അലൈക്കും.